ഈ മൃതശരീരങ്ങൾ കണ്ടെടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ മൃതശരീരങ്ങൾ കുളിപ്പിച്ച് ശുദ്ധിയാക്കുന്ന അതിന്റെ പേരെന്താണ്? എൻ്റെ പേര് മുഹമ്മദ് അലി. ഞാൻ സിൽസില നൂരിയൻ്റെ ഒരു ഖാദിമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 168ഓളം ബോഡികൾ ആണും പെണ്ണുമായിട്ട് ഞങ്ങൾ 2 ബാച്ചായിട്ട് തിരിഞ്ഞിട്ടായിരുന്നു ഞങ്ങളിത് ശുദ്ധീകരിച്ചിരുന്നത്. ചിലരിത് പകുതി വരും, പകുതി ഇതൊക്കെ. നമ്മൾ ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ ആളുകളെ നമ്മളിങ്ങനെ വീണ്ടും ഇമോഷണൽ ആക്കിയിട്ട് കാര്യമല്ല. നമ്മൾ അടുത്ത സ്റ്റെപ്പ് മൂപ്പര് പറഞ്ഞ മാതിരി അടുത്ത റീബിൽഡ് മോഡൽ ഇതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കുക. എന്നിട്ട് ഈ പറയപ്പെട്ട ആൾക്കാർ ഇപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ മുമ്പ് പുത്തുമലയിൽ ഒരുപാട് ആളുകൾ പിന്നെ ഒരുപാട് വാഗ്ദാനങ്ങളായിട്ട് ഇവിടെ വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കുറേ ആളുകൾക്ക് കിട്ടാത്തതുണ്ട്. ആ വേദനയാണ് അവർ പറയുന്നത്. ഇനി അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ മുമ്പ് മാതൃഭൂമിയുടെ കെയർ ഇവിടെ പുത്തുമലയിലുള്ള പുനരധിവാസം ചെയ്ത ആളുകളിൽ അതിൽ 3 ഏക്കറോളം ബാക്കി സ്ഥലമുണ്ട്. അപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്ന ഈ ടൗൺഷിപ്പ് പ്ലാനിങ് ഇവരെല്ലാവരും ഇപ്പോൾ ഇവർ അങ്ങനെ ഒരേമാതിരി ജീവിച്ച ആളുകളാണ്. ഇത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും പിന്നെ ചർച്ച്, പള്ളി, അമ്പലം എല്ലാം ഒരേമാതിരി ജീവിച്ച ആളുകളാണ്. അപ്പോൾ അവർ ആ ഒരു കൂട്ടായ്മയിലേക്ക് ഒരുമിച്ച് കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യണം, അവിടെ പിന്നെ ഒരുമിച്ചിട്ട് ആ പഴയ പിന്നെ അതില്ലെങ്കിലും അതുപോലെ അതിലേക്ക് മാറാനുള്ള ഒരു സംവിധാനം. നമ്മൾ ഈ പഴയ കാര്യങ്ങളെ തന്നെ ഇപ്പോൾ നമ്മൾ 1 മണിക്കൂറോളം ഇപ്പം നമ്മളിത് കണ്ടു, സംസാരിച്ചു. നമ്മളിത് പറയുമ്പോൾ ഈ കേൾക്കുന്ന നമ്മളെ പ്രേക്ഷകർക്കും ഈ ആളുകൾക്കൊക്കെ അവർ വീണ്ടും അവരെ ആ സങ്കടത്തിലേക്കാണ് അവർ പോകുന്നത്. അതില്ല, നമ്മളൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് ഈ ആളുകളെ തിരിച്ചിട്ട് അവരെ നല്ലൊരു ഭാവിയിലേക്ക് വരുത്താനല്ലോ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് സ്വീകരിക്കുന്ന ഒരു. അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ ആളുകൾ പലരും പറയും, എന്തിനാണ് നിങ്ങൾ ഇവരെ വേദനിപ്പിക്കുന്നത്, വീണ്ടും ചോദിച്ചു. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ പോകുമ്പോൾ ആളുകൾക്ക് സംസാരിക്കുക, അത് അവർക്കൊരു വലിയ ആശ്വാസമാണ്. പിന്നെ ഇതിന് പുറത്തുള്ള ആളുകൾ അവരറിയട്ടെ നമ്മൾ അനുഭവിക്കുന്നത്. കാരണം ജീവിതം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ.